ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് മെറ്റീരിയലിൻ്റെ ഒരു സെൻറ്ററിൽ, അതായത് നെക്കിനൊക്കെ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നമുക്ക് ഡിസൈനൊക്കെ പഠിക്കാൻ തുടങ്ങുന്നവർക്കും ചെയ്യാം. അപ്പോൾ ഇത്രയും ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ടൈപ്പ് ഉള്ളൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മൾ സ്പൈഡർ നട്ട് സ്റ്റിച്ച് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അത് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിലുള്ള ഫ്ലവറാണ് ആദ്യം ചെയ്യുന്നത്. ഒരു റൗണ്ട് വരച്ചിട്ട് അതിനെ നമ്മളൊരു 5 പാർട്സ് ആക്കിയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടെയൊക്കെ നമ്മുടെ ത്രെഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 5 പ്രാവശ്യം 5 പാർട്സ് ആക്കിയെന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതിലൊരു 5 ഇതുപോലത്തെ പാർട്സ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നീഡിൽ ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ത്രെഡിൻ്റെ ഓരോ നമ്മുടെ ലൈൻ വിട്ടിട്ട് അടുത്തതിൻ്റെ താഴെ കൂടെ ഇതുപോലെ നീഡിലെടുത്ത് ചെയ്യുന്ന വിധം, അതായത് ഒരു എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ കൂടെ നീഡിലെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്കിപ്പ് ചെയ്യുക, പിന്നത്തേൻ്റെ താഴെ കൂടെ എടുക്കുക. ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഫ്ലവർ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ്. അതായത് അതിൻ്റെ ആ അറ്റം വരെ നമ്മൾ ചെയ്തു പോവാം. അടുത്ത റോസ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ റൗണ്ട് വരച്ചതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ റൗണ്ട് കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതേപോലെ 5 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് അറ്റം വരെ ഇങ്ങനെ മുട്ടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ ആ റൗണ്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന രീതിക്ക് ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കളറും വെച്ചിട്ട് ചെയ്യാം, പുറത്ത് വേറെ ഏതെങ്കിലും കളർ ചെയ്യാം. ഇതൊരു ലൈറ്റ് റോസ് കളറാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നീഡിലെടുക്കുക. അതിനുശേഷം ആദ്യത്തെ സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തെ ഭാഗത്തിൻ്റെ താഴെ കൂടെ നീഡിലെടുക്കുക, പിന്നത്തെ ത്രെഡ് സ്കിപ്പ് ചെയ്യുക, പിന്നത്തെ ത്രെഡിൻ്റെ താഴെ കൂടെ എടുക്കുക. അങ്ങനെ നമുക്ക് ഇതും ആ നൂലിൻ്റെ അറ്റം എത്തുന്നത് വരെ നമുക്ക് ഇതേ പ്രൊസീജിയറിൽ ചെയ്തു പോവാം. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വരും നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റാറിൻ്റെ ഒക്കെ പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറ്റം വരെ ചുറ്റിയെടുക്കാം. നല്ല തിക്കായിട്ടിരിക്കും ഈ ഒരു ഫ്ലവർ. പിന്നെ നടുക്കിൽ കണ്ടില്ലേ ഒരു ഗ്യാപ്പ്, ഇതാണ് രണ്ടാമത്തെ ടൈപ്പിലുള്ള ഫ്ലവർ. കണ്ടില്ലേ, നല്ല തിക്കാണ് ഫ്ലവർ, അതുപോലെ തന്നെ നടുക്കിലൊരു ഗ്യാപ്പും ഉണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോൺട്രാസ്റ്റ് കളറാണ്, അതായത് നമ്മളെടുത്ത ത്രെഡിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറാണ് എടുത്തിട്ടുള്ളത്. അതും ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിനനുസരിച്ച് നമുക്ക് എപ്പോഴും കളറൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിലുള്ള ഫ്ലവർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്യണം. മൂന്നാമത്തെ ചെയ്യാനായിട്ട് ഇതേപോലെ സെൻറ്ററിലാണ് വരുന്നത്. സെൻറ്ററിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അതിനെ 3 ഭാഗമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ഓരോന്നിൻ്റെ നൂൽ താഴെ കൂടെയും അതിനുശേഷം അടുത്തതിൻ്റെ മേലെ കൂടെയും നൂല് വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റി എടുത്ത് പോവുക. അപ്പോൾ ഇതൊരു ചെറിയ റൗണ്ടാണ്. അപ്പോൾ ആ ചെറിയൊരു ഭാഗം കംപ്ലീറ്റ് ആവുന്നത് വരെ മാത്രം ഇത് ചെയ്താൽ മതി.
അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നത് നമ്മുടെ ലേസി ഡേയ്സി ഫ്ലവറിൻ്റെ ആ ഒരു മെത്തേഡിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ലേസി ഡേയ്സി ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ പെറ്റൽസ് ഒക്കെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈൻ ആട്ടോ. ഇതിങ്ങനെ ചുറ്റി എടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇതിൽ. പക്ഷേ ഇതിൻ്റെ മെത്തേഡൊക്കെ വളരെ ഈസിയാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പെറ്റൽസ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാം എല്ലാം ഒരേ ഡിസ്റ്റൻസിലും വരും, ഒരേ ലെങ്ത്തിലും വരും. അപ്പോൾ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് വെറുതെ നമ്മൾ പെന്നുകൊണ്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ അളവ് അവിടെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ത്രെഡ് 6 strands തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിതിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്ലവർ ഭയങ്കര തിന്നായിട്ട് തോന്നി. അതായത് ചുറ്റും സൈഡിലിരിക്കുന്ന ഫ്ലവറൊക്കെ നല്ല തിക്കാണ്, ഇത് മാത്രം ഭയങ്കര തിന്നായിട്ട് തോന്നി. നമ്മുടെ ഡിസൈൻ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയാവും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലേസി ഡേയ്സി ഫ്ലവറിനെ ഒരു ലെയറും കൂടി ആയിട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഓൾറെഡി 2-3 ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഈ ചെയ്തിട്ടുള്ളതിൻ്റെ പുറത്ത് കൂടെ ഇതേപോലെ ത്രെഡ് എടുക്കുക. ശേഷം നമ്മൾ മേലെ ഒരു നോട്ട് ഇട്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ത്രെഡിനെ നീഡിൽ ഇങ്ങനെ വലിച്ചെടുത്താലേ ആ ത്രെഡ് അവിടെ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അതിന് ശേഷം ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ട് താഴേക്ക് കുത്തി കൊടുക്കുക. ഇതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിന് നല്ലൊരു തിക്നെസ് വരും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഒരു ബാലൻസ്ഡ് ആവും. അപ്പോൾ ഡിസൈനിങ്ങിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡിസൈനുകൾ തമ്മിലുള്ള ബാലൻസിങ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭയങ്കര തിന്നാവുമ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. പെൻസിലോ നമ്മുടെ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ അഗൈൻ ഇതിനെ ഒരു 5 parts ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ചെയ്ത മെത്തേഡ് പോലെ തന്നെ, ഫസ്റ്റ് ചെയ്ത ഫ്ലവർ പോലെ തന്നെ. പക്ഷേ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ യെല്ലോ കളർ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ താഴേക്ക് കുത്തി കൊടുത്തിട്ട് അവസാനിപ്പിച്ചിട്ട് ബാക്കി ഭാഗം വേറെ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതന്നെ നമുക്ക് ഈ ഒരു സ്പൈഡർ നെറ്റ് റോസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇതിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ ത്രെഡിൻ്റെ അറ്റം എത്തുന്നത് വരെ നമുക്ക് ഫുള്ളാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇതന്നെ ചെയ്തു പോവാം. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലവർ ഉണ്ട്, അത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആക്കി പോവാം. കണ്ടില്ലേ ഇതേപോലെ. ഇനി അടുത്തൊരു ഫ്ലവർ ചെയ്തിട്ടുള്ളതും നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിലൂടെയാണ്. ഇതിൽ വരുന്ന വേറൊരു എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, ഇപ്പം ഇതുപോലൊരു വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് അതിനെ നമ്മൾ ആ ഒരു 5 ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്തില്ലേ, അത് നമ്മൾ മേലെ കൂടെ ഇതേപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 5 ഭാഗം വേണമെങ്കിൽ 5 ഭാഗമാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് എല്ലാ പാർട്സും കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് 6 ഭാഗമാക്കി നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മോഡൽ ഫ്ലവറായിട്ട് കിട്ടും. അതിനുശേഷം അതിൻ്റെ നടുക്കിലൊരു ബീഡ്സോ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ടോ വെച്ചിട്ട് നമുക്ക് സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സ്പൈഡർ നെറ്റ് റോസിനെ നമ്മൾ 5 തരത്തിൽ ഇവിടെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ഇതിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പില്ലേ അതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഓരോ ചെയിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. അതിനുശേഷം ഈ ത്രെഡിനെ ഇങ്ങനെ പുറകിൽ കൂടെ വലിക്കുക. അതിനുശേഷം ഇതിങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് പോവാം. ചെയിൻ സ്റ്റിച്ചിന് പകരം ബാക്ക് സ്റ്റിച്ച് ചെയ്യാം, സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം, ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലീഫിൻ്റെ ഭാഗമാണ്. അപ്പം ലീഫിൻ്റെ ഭാഗം വരുന്നത് നമ്മൾ ചെയ്യുന്നത് ലേസി ഡേയ്സി സ്റ്റിച്ച് തന്നെയാണ്. പക്ഷെ അതൊന്ന് ചെരിച്ച് വെച്ചിട്ട് ചെയ്ത് പോവാന്നേ ഉള്ളൂ. ഒന്ന് ചെരിച്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഒരു സൈഡിലോട്ട് ലീവ്സ് ഒക്കെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതേപോലെ തന്നെ. ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചത് ആ ഒരു ഡിസ്റ്റൻസും അതുപോലെ ആ ഒരു ലെങ്ത്തും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൻ്റെ മേലേക്ക് ഇതുപോലെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇത് പകുതി വരെ മതി കേട്ടോ, ഫുള്ളായിട്ട് ഈ ഒരു ലീഫ് കൊടുക്കണ്ട, പകുതി വരെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ലീഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്ര മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട്സും കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ്. ഇതിൻ്റെ ഇടയിൽ ഓരോ ഫ്രഞ്ച് നോട്ട്സും ചെയ്ത് പോവാം. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ 6 ടേൺസിൽ തന്നെ ത്രെഡ് എടുത്തിട്ട് ഒരൊറ്റ ലൂപ്പോ അല്ലെങ്കിൽ ഒരു 2 ലൂപ്പോ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.